ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വചനം ഞാൻ പറഞ്ഞുവല്ലോ, അലക്ഷ്യമാക്കാതെ അനുസരിക്കുന്ന ദൈവാലോചന. ദൈവാലോചന ഒന്നും തന്നെ അലക്ഷ്യമാക്കാൻ ഉള്ളത് അല്ല, അനുസരിക്കാനുള്ളതാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നാം വചനത്തിൽ വായിക്കുന്നു, അരാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവ് ഇസ്രായേലിനെതിരായിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പാട്, അഥവാ യുദ്ധത്തിന് താൻ താല്പര്യം കാണിക്കുന്നു. അരാം രാജ്യത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. ഒരിക്കൽ തന്റെ സേനാനായകന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കലേക്ക് അയച്ചു. അയ്യോ സാറേ, ഞാൻ അയക്കുന്ന ഈ മനുഷ്യൻ മാന്യനാണ്, എൻ്റെ അടുത്ത സ്നേഹിതനാണ്, ഞങ്ങളുടെ കൊട്ടാരത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി നിർവഹിക്കുന്ന ഒരു നല്ല ഭൃത്യനാണ്. പക്ഷേ ഇവന്റെ ശരീരത്തിൽ എന്തോ ഉണ്ട്, കുഷ്ഠമുണ്ട്. ഇതൊന്ന് മാറ്റിക്കൊടുക്കണം. ഇസ്രായേൽ രാജാവ്, അവൻ എന്റെ ശത്രുവാണ്, ഇവന് കുറ്റം വന്നത് ഞാൻ സന്തോഷിക്കുന്നു എന്നല്ല പറഞ്ഞത്. എന്റെ അടുക്കലേക്ക് അയക്കാൻ എനിക്ക് കുറ്റം മാറ്റാനൊന്നും പറ്റില്ല, പക്ഷെ ഞങ്ങളുടെ രാജ്യത്ത് ഇതൊക്കെ പ്രാർത്ഥിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ട് നയമാനെ ഏലീശയുടെ അടുക്കലേക്ക് അയച്ചു. അവന്റെ കുഷ്ഠം മാറി അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുമ്പോ ഇസ്രായേലിന്റെ ഒരു പിടി മണ്ണ് കൂടെ ശേഖരിച്ചാണ് അവൻ വീട്ടിലേക്ക് പോകാനിടയായത്. എന്താ കാര്യമെന്നറിയാമോ? അവന് സൗഖ്യം കൊടുത്തൊരു രാജ്യം, അവന് സുഖം അനുഭവിച്ചൊരു സ്ഥലം ഇസ്രായേലാണ്. ഓർമ്മയ്ക്കായി ഒരു പിടി മണ്ണ് കൂടെ അവൻ കൊണ്ടുപോകുവാനിടയായി. നാളുകൾ കഴിഞ്ഞു. ഇസ്രായേൽ ജനവും അരാമ്യരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പിന്നത്തേതിൽ വന്നു. ഓർക്കുക, ഞാൻ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് തിരിച്ച് പ്രത്യുപകാരം എന്നും എല്ലാ കാലത്തും ലഭ്യമാകണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. കിട്ടണമെന്നില്ല, ചിലപ്പോൾ ചിലർ ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അവർക്ക് വേണ്ടി ഞാൻ പണം മുടക്കിയില്ലേ, വഴി പറഞ്ഞു കൊടുത്തില്ലേ, ജോലിക്കുള്ള മുഖാന്തരം ഒരുക്കി കൊടുത്തില്ലേ, താമസിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തില്ലേ, എന്റെ വസ്തു പകർത്തു കൊടുത്തില്ലേ എന്നൊക്കെ ഒരു പക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, നമ്മൾ പറഞ്ഞേക്കാം. പക്ഷെ തിരിച്ച് അതിന്റെ പ്രത്യുപകാരം അവരിൽ നിന്ന് നമുക്ക് ലഭ്യമാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ വിശ്വാസ സമൂഹത്തിനകത്ത് ദൈവത്തെ സേവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു മനുഷ്യൻ ഉപകാരമായി എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കരുത്. ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം നിങ്ങളെ കൊണ്ട് ഒക്കില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉപകാരം ചെയ്തില്ല, നല്ല കാര്യം, കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ഉപദ്രവമാകുമാറ് അവരെ ദോഷത്തിലേക്ക്, വേദനയിലേക്കോ, പ്രയാസത്തിലേക്കോ ദയവേത് നിങ്ങൾ തള്ളിവിടരുത്. ഞാൻ നിങ്ങൾ ദൈവമക്കളാണ് എന്നത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയല്ല വിശ്വാസിയോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ തിന്മ ചെയ്താൽ തിന്മയോട് തോൽക്കാതിരിക്കാൻ നാം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. അവസരവാദികളാകരുത്. അവന്റെ ആവശ്യം നടത്തി, എന്റെ ആവശ്യം നടന്നല്ലോ, ഇനി അവൻ എങ്ങനെ പോയാൽ, അവൾ എങ്ങനെ പോയാൽ എന്ത് എന്ന് ചിന്തിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കണ്ടെത്തി ചെയ്ത് നാം മുൻപോട്ട് പോകുവാൻ ഒരിക്കലും ഇടവരരുത്. മറിച്ച് അവരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കരുതാൻ, ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മുടെ കഷ്ടകാലത്ത് ഒരു കൈത്താങ്ങായി തീർന്ന കുടുംബമല്ലേ, നമ്മുടെ വേദനയിൽ നമ്മെ ചേർത്ത് പിടിച്ചൊരു കുടുംബമല്ലേ. അവർക്കും ഒരു ആപത്ത് വരുമ്പോ, അവർക്കും ഒരു വേദന വരുമ്പോ, ഒരു കഷ്ടത വരുമ്പോ, രോഗം വരുമ്പോ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ഒരു ദൈവമകന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഇവിടെ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വായിച്ചേ. അനന്തരം
ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അരാം രാജ്യത്തിലെ രാജാവ് ഒരു പ്ലാൻ അഥവാ പദ്ധതി തയ്യാറാക്കി. ഓർക്കുക, എല്ലായ്പ്പോഴും വിശ്വാസിക്ക് മുൻപിൽ ഒരു ശത്രു ഉണ്ടാകും. പക്ഷെ പുതിയ വിശ്വാസിക്ക് മനുഷ്യനല്ല ശത്രു. നമ്മുടെ ശത്രു ആരാണ്? ഹലോ, നിങ്ങൾക്ക് ഇല്ല എന്ന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു പോയതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അതിനെ തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ എൻ്റെ പ്രസംഗത്തിൽ എനിക്ക് പ്രസംഗിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് ഒരു ശത്രു സാർവലൗകികമായി സാർവത്രികമായി ദൈവസഭയ്ക്കുണ്ട്. അത് ദൈവത്തിന്റെ എതിരാളിയായ പിശാചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അപ്പൊ അതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്ന, നേരെ ജീവിക്കുന്ന, ദൈവത്തിനായി നിലനിൽക്കുന്ന എല്ലാ വിശ്വാസികളുടെയും മുൻപ് അവന്റെ നന്മയ്ക്ക് വിരോധമായി, വളർച്ചയ്ക്ക് വിരോധമായി, സന്തോഷത്തിന് വിരോധമായി, ഉയർച്ചയ്ക്ക് വിരോധമായി, നടപ്പിന് വിരോധമായി, ജീവിതത്തിന് വിരോധമായി ശത്രു ഉണ്ടാകും, ഉണ്ടായിരിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ദൈവവും പിശാചും ഒരുപോലെ സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യനാണ് വേദപുസ്തകത്തിൽ ഇയ്യോബ്. നിഷ്കളങ്കം, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. ഈ ശബ്ദത്തിൽ ഒരു അരോചകത്വം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സംതിങ് അതിനകത്ത് സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതിനൊന്ന് ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോ ഏതോ വിധത്തിൽ ജീവിച്ച ഒരു മനുഷ്യനല്ല, എങ്ങനെയെങ്കിലും ജീവിച്ച ഒരു മനുഷ്യനല്ല, എന്തൊക്കെയോ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനല്ല. അവനെ കുറിച്ച് ദൈവം പറയുന്നു, പിശാചും പറയുന്നു, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. അവന്റെ വീട്ടിലേക്കാണ് ആര് കയറി വരുന്നത്? പിശാച് കയറി വരുന്നത്. വേലി കെട്ടപ്പെട്ടവന്റെ വീട്ടിലേക്ക്, അഭിഷേകം പ്രാപിച്ചവന്റെ വീട്ടിലേക്ക്, ആരാധന എന്നും ഉള്ളവന്റെ വീട്ടിലേക്ക്, വട്ടം കൂടി അവന്റെ കുടുംബാംഗങ്ങൾ, മക്കൾ ഒത്തൊരുമിച്ച് ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവന്റെ കുടുംബത്തിന്റെ അകത്തേക്കാണ് ശത്രു കയറി വരുന്നതെന്ന് ഞാൻ നിങ്ങളെ മറക്കരുത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നാം സന്തോഷിക്കുന്നത് ശത്രുവിന് ഇഷ്ടമില്ല, നാം ആരാധിക്കുന്നത് പിശാചിന് ഇഷ്ടമില്ല, നാം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതോ, ഒരുമിച്ച് ഒരു മേശയുടെ ചുറ്റും വളഞ്ഞിരുന്ന് ദൈവത്തെ സേവിക്കുന്നതോ, ഒരുമിച്ച് ഭക്ഷിക്കുന്നതോ, കഴിക്കുന്നതോ, കുടിക്കുന്നതോ, മുഖം ചിരിക്കുന്നതോ കാണാൻ പിശാചിന് ഇഷ്ടമില്ല. അതുകൊണ്ട് മാത്രമാണ് വചനത്തിൽ വായിക്കുന്നു, അവൻ ശത്രുവായി നമ്മുടെ മുൻപിൽ കടന്നു വരുന്നു. യോസഫിന്റെ സ്വന്തം വീട്ടിൽ ജനിച്ച സഹോദരന്മാരാണ് യോസഫിന് ആരായി തീർന്നത്? ശത്രുവായി തീർന്നു. യോസഫിന്റെ സ്വന്തം വീട്ടിൽ ജനിച്ചു, യോസഫിന്റെ വീട്ടിൽ ജനിച്ചു, അപ്പന് ജനിച്ച അതേ മക്കൾ യോസഫിന് ആരായി തീർന്നു? ശത്രുവായി തീർന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ആലോചന വെച്ചു, പാടെ നമുക്ക് ഇവരെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടിടാം? തട്ടിക്കൊണ്ടിടാം. ഒരേ അപ്പന്റെയും അമ്മയുടെയും മക്കൾ അല്ലെങ്കിൽ പോലും നമ്മൾ സഹോദരങ്ങളെന്ന് കരുതുന്ന എത്രയോ പേര് നമ്മളെ പൊട്ടം കണ്ടിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കയറി വരാത്ത വിധത്തിൽ കുഴിക്കകത്ത് ആണ്ടുപോകാൻ, തകർന്നു പോകാൻ, നശിച്ചു പോകാൻ, തീരാൻ, ഇല്ലാതായി പോകാൻ, ഒരു മടങ്ങി വരവില്ലാത്ത വിധത്തിൽ നശിക്കാൻ വേണ്ടി എത്രയോ പദ്ധതികൾ, പ്ലാനുകൾ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സ്വന്തം ഉദരത്തിൽ നിന്നുണ്ടായ സ്വന്തം സഹോദരന്മാർ പോലും, എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്നുണ്ടായ സ്വന്തം സഹോദരങ്ങൾ പോലും നമുക്ക് വിരോധമായി തീർന്നിട്ടുള്ള ചരിത്രമില്ലേ? ഇന്ന് പകൽക്കാല പ്രിയ ദൈവമക്കളെ, നാം വചനത്തിൽ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നീതിന്യായം നടത്തുവാൻ വേണ്ടി കോടതിക്ക് മുൻപാകെ നിൽക്കുമ്പോ നാം വായിക്കുന്നത് ഹേരോദാവും പീലാത്തോസും തമ്മിൽ ഭയങ്കര വൈരികളായിരുന്നു. പക്ഷെ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അവരന്ന് ഒരുമിക്കുവാനിടയായി. വൈരികളായിരുന്ന രണ്ട് ശത്രുക്കളായിരുന്ന രാജാക്കന്മാർ തമ്മിൽ ഒരുമിക്കുവാനിടയായി. എന്തിനാ ഒരുമിച്ചെന്നറിയാമോ? തേജോമനായ, നീതിമാനായ, വിശുദ്ധനായ
ആർക്കും യാതൊരു വിധമായ ദോഷവും ചെയ്യാത്ത നിഷ്കളങ്കനായ ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ രണ്ട് രാജാക്കന്മാർ ശത്രുക്കൾ ഒരുമിക്കുവാനിടയായി. ഇന്ന് പകല് എന്നെയും നിങ്ങളെയും ഒരുമിപ്പിച്ചു, എന്നെയും നിങ്ങളെയും ദൈവത്തെ സേവിച്ച് നാം ദൈവം ഭാഗം നിലനിൽക്കുമ്പോ നമ്മെ വിഘടിപ്പിക്കുവാൻ, നമ്മെ തകർക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ഇതുപോലെ ശത്രുക്കളായവർ മിത്രങ്ങളായി തീർന്ന് ഒരുമിച്ച് ചെയ്ത പല പ്രവർത്തികളെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഓർമ്മയുണ്ടായേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, എത്ര പേർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ദൈവസഭയ്ക്കെതിരായിട്ട് നിന്നാൽ അതിനകത്ത് ജയം തന്ന് നമ്മെ നടത്തുക മതിയായ ഒരു ദൈവമുണ്ടെന്ന് മറക്കരുത്. എസ്തേറിന്റെ പുസ്തകത്ത് ഹാമാൻ വീട്ടിൽ ചെന്നപ്പോ തന്റെ ഭാര്യ ശേരസ്, തന്റെ ഭൃത്യന്മാർ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ കഴുകമരം ഉണ്ടാക്കാം, ഒരു കഴുകമരം ഉണ്ടാക്കാം. ആർക്കെതിരായിട്ടെന്നറിയാമോ? 3 നേരം കൃത്യമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവ ഭക്തനെതിരായിട്ട്, ആ കുടുംബത്തിനെതിരായിട്ട്, ആ ജനത്തിനെതിരായിട്ട് നമുക്കൊരു വലിയ കഴുകമരം ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കിക്കോട്ടെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ, പറയുന്നവർ പറഞ്ഞോട്ടെ. പക്ഷെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച് ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ താല്പര്യപ്പെട്ട ഉണ്ടാക്കുന്ന കഴുകുമരത്ത് അവൻ തന്നെ തകർന്നു പോകും എന്നുള്ളത് അവൻ അറിയാതിരിക്കുന്നു. അവൻ തന്നെ ആ കുഴിക്കകത്ത് വീണു പോകുമെന്നുള്ളത് അവൻ അറിയാതിരിക്കുന്നു. എത്രയോ സന്ദർഭം, എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുൻപാകെ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനെ വിളിച്ചു പറയാ, കൂട്ടുകെട്ടുകളെ കണ്ട് നാം ഭയപ്പെട്ടു പോകരുത്. ഗൂഢാലോചന കണ്ട് നാം ഭയപ്പെട്ടു പോകരുത്. ശത്രുവിന്റെ നീരസവും അവന്റെ ദുഷ്പ്രവർത്തികളെ കണ്ട് ഞാൻ നിങ്ങൾ പേടിച്ച് പിന്മാറി പോകരുത്. അതിന്റെ നടുവിൽ ആലോചനയിൽ വലിയവനായി, പ്രവൃത്തിയിൽ ശ്രേഷ്ഠനായി എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അതിന്റെ നടുവിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുക. എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ആലോചനയിൽ വലിയവർ ഒരു വലിയ ആലോചന എന്റെ മേൽ പകർന്ന്, നമ്മുടെ മേൽ പകർന്ന് നമ്മെ അതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചതിന്റെ 9ാമത്തെ വാക്യം, വായിച്ച 9ാമത്തെ വാക്യം. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. ദൈവത്തിന് ഒരു ദൂത് കൈമാറാൻ നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ അത് ദൈവം തക്ക സമയത്ത് കൈമാറുന്നതില്ല, തക്ക സമയത്ത് കൈമാറുന്നതില്ല. വായിച്ചത് എങ്ങനെയാണ്? ഗൂഢാലോചന ഒരു ഭാഗത്ത് രാജാവ് തന്റെ കൂടെയുള്ളവരും കൂടെ ചെയ്യുമ്പോ മറുഭാഗത്ത് ദൈവത്തെ സേവിക്കുന്ന ദൈവഭൃത്യൻ രാജാവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അല്ലയോ മഹാനായ രാജാവേ, ഇന്ന സ്ഥലത്ത് ശത്രു കടന്നു വരുവാൻ സാധ്യതയുണ്ട്, അവിടെ നാം സുരക്ഷ കൂട്ടിയെടുക്കണം, സുരക്ഷ കൂട്ടിയെടുക്കണം. കരുതൽ, വാണിംഗ് അവിടെ കൊടുക്കുക, വാണിംഗ് അവിടെ കൊടുക്കുക. രാജാവ് ബുദ്ധിയില്ലാത്തവനായതുകൊണ്ടല്ല, കഴിവില്ലാത്തവനായതുകൊണ്ടല്ല, അറിവില്ലാത്തവനായതുകൊണ്ടുമല്ല, മറിച്ച് രാജാവിന് ലഭ്യമാകുന്നതിനേക്കാൾ വെളിപ്പാട് കിട്ടുന്ന ഒരു ദൈവമകൻ ആ രാജ്യത്തിനകത്തുണ്ടായിരുന്നു. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. പാസ്റ്റർക്ക് വെളിപ്പാടുള്ളൂ, ദർശനമുള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കരുത്. നാം വേദപുസ്തകം പരിശോധിച്ചാൽ സാധാരണക്കാരായ ദൈവ മക്കളുടെ മുൻപ് ദൈവത്തിന്റെ ദൂതന്മാർ അവിടുത്തെ ശബ്ദവുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. സാധാരണക്കാരായ ദൈവഭക്തന്മാർ ദൈവം മുൻപാകെ പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്റെ ശബ്ദം അവരുടെ കണ്ണുടങ്ങളിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നോട് നിങ്ങളോട് സംസാരിക്കുക, ദർശനമായോ വെളിപ്പാടായോ ദൈവ ശബ്ദമായോ ഇറങ്ങി വരുക. ദൈവത്തിന് യാതൊരു മടിയുമില്ല. തക്ക സമയത്ത് പ്രവർത്തിക്കുക. അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. പഴയ ദൈവം പരിശോധിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ദൈവം അനേക മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അനേക മാധ്യമങ്ങൾ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം തന്നെ പ്രവൃത്തി ചെയ്യാൻ. പ്രത്യേകിച്ച് വാണിംഗ് കൊടുക്കുവാൻ, അഥവാ എനിക്കോ നിനക്കോ നമുക്കോ വിരോധമായി ഒരു ശത്രു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ദൈവം അറിയുമ്പോ അതിന് ദൈവസഭയ്ക്ക്, ജനത്തിന് വാണിംഗ് കൊടുക്കുവാൻ ദൈവം പല വാക്കുകൾ,
അല്ലെങ്കിൽ പല മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, സങ്കീർത്തന പുസ്തകം 34:7 നമ്മൾ വായിക്കുന്നു, ദൈവം ദൂതനെ അയക്കുന്ന ദൈവമാണ്. ദൈവം ആരെ അയക്കുന്നവനാണ്? ദൂതനെ അയക്കുന്ന ദൈവമാണ്. രണ്ട്, വായിച്ച ഈ ഭാഗത്ത് നാം വായിക്കുന്നത് ദൈവം പ്രവാചകനെ രാജാവിന്റെ അടുക്കലേക്ക് അയച്ചു. പ്രവാചകനെ രാജാവിന്റെ അടുക്കൽ ദൂതമായിട്ട് അയച്ചു. മൂന്ന്, ദൈവം നമുക്ക് സ്വപ്നങ്ങളെ തരുന്ന ദൈവമാണ്. സ്വപ്നങ്ങളെ തരുന്ന ദൈവമാണ്. ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം, ഒരു പ്രതികൂലം നമ്മുടെ മുൻപിൽ വരാൻ പോകുന്നു, ഒരു അനർത്ഥം ശത്രു ഒരുക്കുന്നെങ്കിൽ അത് ദർശനത്തിലൂടെ നമ്മോട് അറിയിക്കുന്ന ദൈവമാണ്. രാത്രി കാണുന്ന ഏതെങ്കിലും പേക്കനാവിനെ ദർശനമായിട്ട് നിങ്ങൾ വിവക്ഷിക്കരുത്. മറിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങി ദൈവത്തിനോട് സംസാരിക്കുവാൻ ദൈവം രാത്രിയിൽ ദർശനത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരിക. ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരിക. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന ദൈവ പൈതലിന്റെ പാദപീഠത്തിലേക്ക് ദൈവം തന്റെ സംരക്ഷണ അയച്ചിട്ട് തന്റെ ആലോചനയുമായി ദൈവം ഇറങ്ങി വരുവാനിടയാകുക. ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ വ്യക്തിത്വങ്ങളെ ദൈവം നമ്മുടെ മുൻപിലായിരിക്കും. വ്യക്തികളെ നമ്മുടെ മുൻപിലായിരിക്കും. അവർ പാസ്സാകണമെന്നില്ല, പ്രവാചകനാകണമെന്നുമില്ല. മറിച്ച് ചില വ്യക്തികൾ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. വേദപുസ്തകം പരിശോധിച്ചാൽ അറിയാമല്ലോ, മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നൊരു മാർഗമാണ്. യോശുവ ഇസ്രായേൽ ജനത്തെ മരുഭൂമി വഴി മറുദേശമായ കനാനിൽ കൊണ്ടുപോകുവാനായി ദൈവം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യനാണ്. ദാവീദ് ശൗലിന് ശേഷം ഇസ്രായേൽ ജനത്തെ കൃപയിൽ നിലനിർത്തി, ആരാധനയിൽ നിലനിർത്തി ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ ഇഴുകിച്ചേർന്ന് മുൻപോട്ട് പോകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്ന. ഇപ്പൊ സ്വാഭാവിക മനുഷ്യനെ ദൈവം ചാനലായിട്ട് ഒരുപക്ഷെ നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ വിടുതലിന് നമുക്കൊരു ദൗത്യം നൽകുവാൻ, നമുക്കൊരു ദൂത് കൈമാറുവാൻ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അയച്ചു എന്നിരിക്കും. ഓർക്കുക, ഇതെല്ലാം ദൈവത്തിന്റെ മാധ്യമങ്ങളാ. പ്രവാചകൻ തന്നെ വന്ന് പറഞ്ഞാലേ ഞാൻ കേൾക്കുകയുള്ളൂ, ദർശനം കിട്ടിയാലേ ഞാൻ അനുസരിക്കുകയുള്ളൂ, എന്നോട് നേരിട്ട് ഇടപെട്ടാലേ ഞാൻ അനങ്ങൂ എന്ന് പറഞ്ഞിരുന്ന നമുക്ക് അവിടെ ഇരിക്കാനേ കഴിയുള്ളൂ. ദൈവത്തിന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അവ ഏതും ദൈവം ഉപയോഗിക്കുക. മനസ്സിലാക്കുക, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ ദൂതാണ്, ദൈവത്തിന്റെ ആലോചന എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസൃതമായി നാം നമ്മെ വിനിയോഗിപ്പാൻ, സമർപ്പിപ്പാൻ താല്പര്യപ്പെട്ട ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. അഥവാ ശത്രുവിൽ നിന്ന് സംരക്ഷണ പ്രാപിപ്പാനിടയാണ്. ദൈവത്തിന്റെ സംരക്ഷണ രീതികൾ വ്യത്യസ്തമാണ്, പലതാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ നമുക്കറിയാം ദൈവത്തിന്റെ സംരക്ഷണ രീതികൾ. നാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, വെള്ളത്തെ ദൈവം ഉപയോഗിച്ച് ജനത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? ദൈവം വെള്ളം ഉപയോഗിച്ച് ജനത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. എവിടെയാ? ചെങ്കടൽ. ഓക്കെ, നമുക്ക് തോന്നും ആ പെരുവെള്ളം നമുക്കൊരു വഴിമുടക്കിയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ സാധ്യമാകാൻ കഴിയാത്ത വിധത്തിൽ ഉയർന്നു പൊങ്ങി വരുന്ന തിരമാലയാണ് ആ ചെങ്കടൽ എന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ നടുവിൽ വഴി തുറന്നിട്ട് ഇസ്രായേൽ അക്കരെ പോയി. പക്ഷെ അവരെ ശത്രു എന്ത് ചെയ്തു? ആ വെള്ളത്തിനകത്ത് മുങ്ങി താഴെ പോകുവാനിടയായി. ശത്രുവിനെ തകർക്കാൻ, ശത്രുവിനെ ഇല്ലാതാക്കാൻ ദൈവത്തിന് വെള്ളം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. തീ ദൈവത്തിന് ദുഷ്ടനെ ഇല്ലാതാക്കാൻ ഒരു മാർഗമാണ്. ദുഷ്ടനെ തകർക്കാൻ തീ ഒരു മാർഗമാണ്. സ്വർഗത്തിൽ ഉയരത്ത് നിന്ന് തീ തന്നെ ഇറങ്ങി വന്ന് ജനത്തെ ദഹിപ്പിച്ചു കളഞ്ഞ സന്ദർഭങ്ങൾ വചനത്തിനകത്തുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ ലാഘവ ബുദ്ധിയോടെ ഒന്നിനെയും കാണരുത്. ചെറുതെന്നോ നിസാരവൽക്കരിച്ചോ ഒന്നിനെയും നിങ്ങൾ കാണരുത്. ദൈവത്തിന് നമുക്ക് നിസാരമെന്ന് തോന്നുന്ന, ലഘുവെന്ന് തോന്നുന്ന ചെറിയ കാര്യം മതി ദൈവത്തിന് തന്റെ വലിയ അത്ഭുത പ്രവർത്തികളെ ലോകത്തിൽ മനുഷ്യന് വേണ്ടി ചെയ്യാൻ. പുസ്തകം പറയുന്നു, മേഘത്തെ അയച്ച് ദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ജനത്തിന് വിടുതൽ ആവശ്യമാണ്, ജനത്തിന് സംരക്ഷണ ആവശ്യമാണ്. ദൈവം തക്ക സമയത്ത് മേഘത്തെ അയച്ചു. പുറപ്പാട് പുസ്തകം 17 വായിക്കുന്നു, ദൈവം ഒരു വടി കൊടുത്ത് ജനത്തെ സംരക്ഷിക്കുവാനിടയായി. ഒരൊറ്റ വടി. നമ്മൾ ചോദിക്കും, ആ വടിയിൽ എന്തിരിക്കുന്നു? പക്ഷെ മോശയോട് പറയുന്നത്, നിന്നെ ഏൽപ്പിച്ച വടി നിന്റെ കരത്തിൽ എടുത്തുകൊള്ളുക, അതിലൂടെ ജനത്തിലുള്ള നന്മയെ ഞാൻ ഒരു
സംരക്ഷണ അതിനകത്തുനിന്ന് വെളിപ്പെടുവാനിടയാകും. ദൈവത്തിന് കല്ലുപയോഗിച്ച് നമ്മെ സംരക്ഷിക്കുവാൻ. നമ്മൾ വിചാരിക്കും കല്ല് പട്ടി അറിയാൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. യോശുവയുടെ പുസ്തകം ഒരു വാക്യം ഒന്ന് വായിച്ച് 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ബേത്ത്ഹോരോൻ ഇറക്കത്തിൽ വെച്ച് അസ്തിക്കോ വരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് ദൈവം കൽമഴ അവരുടെ മേൽ പെയ്യിച്ച് ശത്രുവിനെ തുരത്തുവാനിടയായി. നമുക്ക് അഗോചരം, നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുമോ എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അഗോചരമാണ്. തന്റെ ഭക്തന്മാർ മുറിവേറ്റവരാണ്. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുകയാണ്. ഭൂമി അടങ്ങിയിരുന്നില്ല. ദൈവം ഭൂമി ഒന്ന് കുലുക്കാനിടയായി. അതിനെ വായിക്കുന്നത് ഭൂമി കുലുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? കാരാഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കുവാനിടയായി. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, ഏത് വഴികളും, ഏത് ആശയങ്ങളും, ഏത് ചിന്തകളും എന്റെ ദൈവത്തിന് എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുവാൻ, വിനിയോഗിക്കാൻ കഴിയുക. ഇന്നത് വന്നാലേ എനിക്ക് ജയിപ്പാൻ കഴിയുള്ളൂ, എനിക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയുള്ളൂ, എനിക്ക് സഹായം പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്ന് ഞാൻ നിങ്ങൾ ആരും ചിന്തിക്കരുത്. അതിനപ്പുറം ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അയക്കുന്ന ഒരുവനുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. മരുഭൂപ്രയാണത്തിൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിതെറ്റി ഇങ്ങനെ സഞ്ചരിച്ചു പോയ മനുഷ്യൻ അറിയാതെ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. ആരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നി, നിന്നെ കാക്കാൻ തന്നെ ദൂതൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താഴത്തേക്ക് നിവദിക്കുന്നതിന് മുമ്പ് ഒരു വേരിൽ അവന്റെ കൈ ഉടക്കി. വേര് വൃക്ഷത്തിന്റെ വേരിൽ അവന്റെ കൈ ഉടക്കുവാനിടയിൽ. അവൻ അതിൽ കയറി പിടിച്ചു നിൽക്കുമ്പോ അടുത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ഇതാ നിന്റെ എന്റെ കരം താങ്ങിയിട്ടുണ്ട്, വേരിൽ നിന്ന് നീ പിടിവിട്ട് എന്നോടൊപ്പം നീ പുറത്തേക്ക് വരാൻ. അപ്പം തിരിച്ച മറുപടി ഇതാണ്, വേരിൽ നിന്നുള്ള പിടിവിട്ടുള്ള വിടുതൽ എനിക്ക് വേണ്ട. വേരിൽ നിന്ന് പിടിവിട്ടുള്ള വിടുതല് എനിക്ക് വേണ്ട. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാണാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല, കൈ തരാതെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധ്യമല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അകക്കണ്ണ് തുറക്കപ്പെട്ട മനുഷ്യന്റെ ചുറ്റും ദൂതഗണത്തിന്റെ സംരക്ഷണ കാവലായി നിൽക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. പലപ്പോഴും അകക്കണ്ണ് തുറക്കപ്പെടുന്നില്ല. ഞാൻ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, എന്റെ ധൈര്യം കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കുന്നത്. ഈ 2 ടയറുള്ള വാഹനം ഞാൻ ഇത്രയും സ്പീഡിൽ പോയാൽ, എത്ര വളവ് ഞാൻ കിടത്തി വണ്ടി ഓടിച്ചാൽ എനിക്കൊന്ന് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് അറിയാം, എനിക്കത് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പിള്ളേരൊക്കെ സൈക്കിളിൽ ബ്രേക്ക് ഇല്ലെങ്കിലും ആകപ്പാട് 2 ടയർ കിട്ടിയാൽ മതി, ആദ്യം വെച്ച് ചവിട്ടി മുമ്പോട്ട്. അവരൊക്കെ ചിന്തിക്കുന്നത് അതൊക്കെ എൻ്റെ ഒരു പ്രത്യേക കഴിവാണ്, അതൊക്കെ എൻ്റെ പ്രത്യേക ഒരു നേക്കാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പൊന്നു സഹോദരങ്ങളെ, പെയിന്റ് മാറാതിരിക്കുന്നത്, കളറിന് വ്യത്യാസം വരാതിരിക്കുന്നത് നമ്മുടെ കഴിവും ബലവും മിടുക്കും ആരോഗ്യമൊന്നുമല്ല, ദൈവത്തിന്റെ മഹാകരുണയെന്ന് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സുദീർഘമായ ഒരു യാത്ര ചെയ്തായിരുന്നു. യാത്ര ചെയ്ത് തിരികെ വരുന്ന സമയത്ത് ഒരു വാഹനത്തെ എനിക്ക് ഓവർടേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അടുത്ത് കടന്നു വരുന്നയാളും വേറൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മുഖാമുഖം വന്നു. കൃപയാൽ മുഖാമുഖം വന്നതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല എന്നോർത്ത് എനിക്ക് ദൈവത്തിന് മകത്വം കൊടുക്കുവാൻ കഴിയും. അതിനകത്ത് ഉറങ്ങാതിരുന്ന 1-2 പേരേ ഉള്ളൂ. അവർക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവര് നല്ല ഗാഠനിദ്രയിലായതുകൊണ്ട് അവർക്കൊന്നും അതിന്റെ ആ വലിയ ഭീവത്സം, ഭയാനകത്വം മനസ്സിലാക്കില്ല. എന്ത് സംഭവിക്കുന്നത്, എനിക്ക് ബ്രേക്ക് വിട്ടാൻ പറ്റില്ല, ആ മനുഷ്യനും ബ്രേക്ക് വിട്ടാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിപ്പോ. ഞങ്ങൾ 2 പേരും എന്തായാലും എന്ന് പറഞ്ഞാൽ 4 വണ്ടി ഒരുമിച്ച് ക്രോസ് ചെയ്തു. 2 വണ്ടി പോകേണ്ട റോഡിൽ 4 വണ്ടി ഒരുമിച്ച് ക്രോസ് ചെയ്തു. ഞാൻ ഒരു മനുഷ്യനെ ഓവർടേക്ക് ചെയ്ത് വരുന്നു, അയാളും ഒരു മനുഷ്യനെ ഓവർടേക്ക് ചെയ്ത് വരുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കണം, 4 വണ്ടി ഇങ്ങനെ മുഖാമുഖം വരികയാണ്. 4 വണ്ടിക്ക് പോകാനുള്ള വഴി ദൈവം അവിടെ ഒരുക്കി തന്നു. അതിനെ ഓർത്ത് സ്തോത്രം. എത്രയേ ഉള്ളൂ. അതൊന്നും നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല. ഒന്ന് പറഞ്ഞാൽ തൊട്ട് ചേർന്ന് ഒരു പക്ഷേ അങ്ങോട്ടോ ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ഇടത്തെ കാലിലിടിക്കുക, റൈറ്റിലേക്ക് അല്പം മാറിയെങ്കിൽ വലത്തെ കാലിലിടിക്കുക, എന്ത് സംഭവിച്ചേക്കാം എന്ന സ്ഥിതി കടന്നു പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ഒരു നേക്ക് നമുക്ക് തന്നതല്ല,
ദൈവം അതിനെയൊക്കെ ആ വഴിയിലൂടെ കൊണ്ടുപോയെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മറ്റൊന്നും പറയാൻ നമ്മുടെ മുൻപിലില്ല. അപ്പൊ അതുകൊണ്ട് ഓർത്തു വെച്ചുകൊള്ളുക, ഏത് വഴിയും ദൈവത്തിന് ഉപയോഗിക്കാം, ഏത് ഹിതവും ഏത് പ്ലാനും ഏത് പദ്ധതിയും ഏത് ഇസവും ദൈവത്തിന് ഉപയോഗിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ചെയ്യേണ്ടതെന്നറിയാമോ? നാം ദൈവത്തിന് മുൻപാകെ കീഴ്പ്പെട്ടു കൊടുക്കുക. ദൈവ പദ്ധതിക്ക് വേണ്ടി, ദൈവ പ്രവർത്തിക്ക് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നാം അമർന്നിരുന്നു കൊടുക്കുവാൻ താല്പര്യപ്പെട്ട നിശ്ചയമായും ദൈവ പ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാനിടയാകും. പലപ്പോഴും പരാജയം സംഭവിക്കാൻ കാരണം എന്തെന്നറിയാമോ? വാണിംഗ് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറല്ല. ദൈവ ശബ്ദം കേൾക്കാം, ദൈവത്തിന്റെ ആലോചന കേൾക്കാം നമ്മൾ തയ്യാറല്ല. ഇവിടുത്തെ രാജാവിന് വേണമെങ്കിൽ പറയാം, ഞാൻ രാജാവാണ്. ഇതൊക്കെ പറയാൻ ഇയാൾ ആരോടോ? എനിക്കറിയാം, ഞാൻ എത്രയോ കാലമായി എത്രയോ നാളായി യുദ്ധം നടത്തിയിരിക്കുന്നു. എനിക്ക് അറിവുണ്ട്, ജ്ഞാനമുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്. ഈ സ്ഥലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഇടമാണെന്ന് വേണമെങ്കിൽ തിരിച്ചു പറയാ. യേശുവിന്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർക്ക് പറയാ, അയ്യോ യേശുവേ, പകൽ മുഴുവൻ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച സ്ഥലമാണ്. ഇവിടെ മീൻ ഉണ്ടാവില്ല, ഇവിടെ മീനില്ല, ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. ഇനി നിന്റെ വാക്കിന് ഞങ്ങൾ എന്തിനാ വല വീശുന്നത്? അവരറിവുള്ളവരാ, കഴിവുള്ളവരാ, തൊഴിലാളികളാ. അവർക്ക് നന്നായിട്ടറിയാം എവിടെ ഉണ്ട് എവിടെ ഇല്ല എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ പത്രോസ് പറയുന്ന വാക്ക്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോവുകയാണ്. എന്റെ വാക്കല്ല, എന്റെ ഹിതമല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ കഴിവല്ല, എന്റെ അറിവല്ല, എന്റെ ജ്ഞാനമല്ല, എന്റെ പാരമ്പര്യമല്ല, എന്റെ കൂട്ടുകാർ പറയുന്നതല്ല, എന്റെ വീട്ടുകാരും നാട്ടുകാരും പറയുന്നതല്ല, എന്റെ പള്ളിക്കാർ പറയുന്നതല്ല, എന്റെ ദൈവം പറയുന്ന വാക്കിന് ഇന്ന് പകൽക്കാലം ഞാൻ നിരസിക്കാതെ എന്നെ തന്നെ ഞാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നു. പരിണിത ഫലം വചനത്തിൽ വായിക്കുന്നു, വാല നിറയെ മീനുമായി അവർ കരകയറുവാനിടയായി. Praise the Lord. Praise the Lord. ഞാൻ ചോദിച്ചു പോയ ചോദ്യം ഇങ്ങനെയാണ്, അല്ലയോ മഹാനായ രാജാവേ, ഈ പ്രവാചകൻ യുദ്ധം നടത്തി പരിചയമില്ലാത്തവനാണ്. പക്ഷെ എങ്ങനെയാണ് ഇവന്റെ ആലോചന നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ പ്രവാചകന്റെ ദൂത് നിനക്ക് അതേപടി ഉൾക്കൊള്ളുവാനിടയായത്? ആ പ്രവാചകൻ, ആ രാജാവ് വിളിച്ചു പറയുക, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വേഗം വായിച്ചേ. Praise the Lord. അവിടെ രാജാവ് പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളത്? ശുനേമിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ദീർഘനാളുകളായി വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലായിരുന്നു. പക്ഷെ ഈ പ്രവാചകൻ അവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം കടന്നു ചെന്നു. അവൻ പ്രാർത്ഥിച്ചിറങ്ങുമ്പോ ഇങ്ങനെ പറഞ്ഞു, അടുത്ത ആണ്ട് നിനക്കൊരു മകനെ ലഭ്യമാകുക, നിനക്കൊരു ശിശുവിനെ ലഭ്യമാകുക. അതുപോലെ തന്നെ അടുത്ത ആണ്ടായപ്പോ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ ലഭ്യമായി. നാട് മുഴുവൻ പാട്ടാണ്, ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞ ദൂത് അതുപോലെ നിവർത്തീകരിക്കുവാനിടയായി. ഇന്ന് പകരം ദൈവസഭയിൽ ഇരിക്കുന്നവരെ, പ്രവാചകനെ നിങ്ങൾ വിലയിരുത്തണമോ? പ്രവാചകൻ ശ്രേഷ്ഠൻ ആരെന്ന് തിരിച്ചറിയണമോ? വേറൊന്നും വേണ്ട. കഴിഞ്ഞ നാളുകൾ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നടന്നു, എന്ത് സംഭവിച്ചു എന്ന് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രം മതി പ്രവാചകനെ വിലയിരുത്തുവാൻ കഴിയുക. ഇവിടെ രാജാവിന് പറയുവാൻ കഴിയുക, ഈ പറഞ്ഞ പ്രവാചകൻ പോസ്റ്റ് പറയുന്നവനല്ല, വ്യാജം പറയുന്നവനല്ല, വെറുതെ പറയുന്നവനല്ല, എന്തും വിളിച്ചു പറയുന്നവനല്ല, വന്നത് കൊണ്ട് പറയുന്നവനല്ല, കൊടുത്തത് കൊണ്ട് പറയുന്നവനല്ല. മറിച്ച് അവൻ പറഞ്ഞെങ്കിൽ അതിനകത്തൊരു ദൂതുണ്ട്, അവൻ പറഞ്ഞെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കല്ല പ്രധാനം, അവിടെ ദൈവത്തിന്റെ വാക്കാണ് പ്രധാനം. അത് ഞാൻ ശിരസ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ രാജാവ് എഴുന്നേൽക്കുവാനിടയായത്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു ദൂതുമായി തന്റെ മരുമക്കളുടെ വീട്ടിലേക്ക് ചെന്നു. ലോത്ത് എന്നാണ് മനുഷ്യന്റെ പേര്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വേഗം വായിച്ച. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ന്യായവിധിയുടെ ദൂതുമായിട്ടാണ് മരുമക്കളുടെ വീട്ടിലേക്ക് പോയത്. പക്ഷേ മരുമക്കള് ഏത് വിധത്തിൽ ആ ദൂത് ഉൾക്കൊണ്ടു എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഒരു ന്യായവിധിയുടെ സന്ദേശം പിതാവ് ചെന്ന് മരുമക്കളോട് സംസാരിക്കുമ്പോൾ മരുമക്കൾ പറയുകയാണ്, അമ്മായിയപ്പൻ എന്താ പറയാണ്? കളി പറയുകയാണ്.
കളി പറഞ്ഞ് തമാശ പറഞ്ഞ് ദൂതുകളെ നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ തമാശ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ആ മെസ്സേജിനെ, ആ ശുശ്രൂഷയെ അവഹേളിക്കുന്ന, ആ ശുശ്രൂഷയെ നശിപ്പിച്ച് കളയുന്ന പ്രവാചകന്മാർ പലരുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർ പറയുന്ന ദൂത് ശരിയാണെങ്കിൽ കൂടി, അവർ സംസാരിക്കുന്ന വചനം ന്യായവിധിയുടെ ദൂതാണെങ്കിൽ കൂടി അത് ഉൾക്കൊള്ളാൻ, അത് ഏറ്റെടുക്കുവാൻ സഭയ്ക്ക് കഴിയാതെ, അത് മനസ്സിലാക്കുവാൻ ജനത്തിന് കഴിയാതെ അവർ തട്ടിക്കളയാറുണ്ട്. ഇന്ന് പകൽക്കാലം അപ്പൻ പറഞ്ഞ സന്ദേശം, അമ്മ പറഞ്ഞ സന്ദേശം, സഹോദരൻ പറഞ്ഞ സന്ദേശം, സഹോദരി പറഞ്ഞ സന്ദേശം അവരല്ലേ പറഞ്ഞത്, അവരെന്തോ പേക്കിനായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് ഞാൻ നിങ്ങൾ മുൻപോട്ട് സഞ്ചരിക്കുവാൻ തയ്യാറായ ഒരുപക്ഷെ അനർത്ഥം മുൻപിൽ ഒരുക്കപ്പെടുമ്പോ അവർ നമ്മുടെ കൂടെ കാണണമെന്ന് നിർബന്ധമില്ല. കൈകൊട്ടി പാടാൻ ലോകത്ത് ജനമുണ്ടായേക്കാം, പക്ഷെ ആശ്വസിപ്പിക്കുവാൻ, നമ്മോട് ചേർന്ന് നിൽക്കുവാൻ, നമുക്ക് അത്താണിയായി തീരുവാൻ ആരും ഭൂമിയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് ദൈവ ശബ്ദമല്ലേ, ഇത് ദൈവത്തിന്റെ വാക്കല്ലേ. ആ വാക്കിനനുസരിച്ച് ഞാൻ നിങ്ങൾ നമ്മെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായ, നമ്മെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായ ദൈവ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനിടയാണ്. അപ്പോസ്തലനായ പൗലോസ് കപ്പലുടമയോട് വിളിച്ചു പറഞ്ഞത്, അയ്യോ ഇവിടെ നിന്ന് നീക്കരുത്, ഇവിടെ നിന്ന് ഇപ്പൊ യാത്ര ചെയ്യരുത്, ആ യാത്ര ശുഭകരമല്ല എന്ന് ഞാൻ കാണുന്നു. പക്ഷെ വചനം പറയുന്നത് കപ്പലുടമയുടെ വാക്ക്, മാനുമിയുടെ വാക്ക്, അഥവാ കപ്പൽ പ്രമാണിയുടെ വാക്ക്, കപ്പിത്താന്റെ വാക്കൊക്കെ ജനം കേട്ടിട്ട് പറഞ്ഞു യാത്ര ചെയ്യാൻ ശുഭകരമായ സമയമാണ്. പക്ഷെ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോ കാറ്റ് പ്രതികൂലമായി തീർന്നു. പല വിഷയങ്ങൾ അവരുടെ മുൻപിലുണ്ടായി. അവർക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞു. വലിയ നഷ്ടഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവസാനം പൗലോസ് പറയുന്നു, എന്റെ വാക്ക് കേൾക്കുകയോ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യാതിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിക്കില്ലായിരുന്നു. എങ്കിലും എന്നോട് അങ്ങ് ചെയ്തൊരു ദൈവമുണ്ട്, അവൻ ഇന്നും നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. നാം തെറ്റിപ്പോകുമ്പോൾ, നാം പിന്മാറിപ്പോകുമ്പോൾ, നാം തിരസ്കരിക്കപ്പെടുമ്പോൾ, നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ അത് മറുത്തു മത്സരിക്കുമ്പോൾ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ഇസ്രായേലിന്റെ ശത്രു എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അഥവാ നാം വായിക്കുന്നത് ഒരു രാജ്യം അവർക്കെതിരായിട്ട് കടന്നു വരിക, രാഷ്ട്രീയക്കാര് അവർക്കെതിരായിട്ട് കടന്നു വരിക, മേലധ്യക്ഷന്മാര്, രാജ്യത്തുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ധനാഠ്യര്, അല്ലെങ്കിൽ ഒരുപക്ഷെ പട്ടണത്തിന്റെ അധികാരികൾ അവർക്കെതിരായിട്ട് കടന്നു വരികയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച സൻബല്ലത്തും തോബിയാവും കടന്നു വന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, നാം ചെന്ന് കൊന്ന് പണി മുടക്കുക, അതുവരെ ആരും അറിയരുത്. അവരുടെ ഉദ്ദേശം അതാണ്, അവരുടെ ലക്ഷ്യം അതാണ്, രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം അതാണ്, പ്രമാണിമാരുടെ ഉദ്ദേശം അതാണ്, ഈകത്തിൽ ഇവിടെയുള്ള പല ഉന്നതന്മാരുടെ ഉദ്ദേശം അതാണ്. സഭ പണിയപ്പെടരുത്, കുടുംബങ്ങൾ പണിയപ്പെടരുത്, ദൈവസഭ മാനിക്കപ്പെടരുത്, ജനം അഭിവൃദ്ധി പ്രാപിക്കരുത്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടരുത്, കുടുംബത്തിനകത്തുള്ള തലമുറകൾ വിടുവിക്കപ്പെടരുത്, നന്മ കാണരുത് എന്ന് ലോകം പറയുമ്പോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്നിന്റെ ഇടങ്ങളിലൂടെ ശത്രു കയറി വരുന്നുണ്ട്. അത് തിരിച്ചറിയുവാൻ നിനക്ക് സുവത്തി ദൈവം തന്നിട്ടുണ്ട്. അത് അറിയുന്ന ദൈവമൈത വീരസഹോദരി, അത് അറിയുന്ന ദൈവമൈത ദൈവത്തെ ആരാധിപ്പാതെയാണ് കുഞ്ഞിനെ കളിപ്പിക്കുന്നത്. പള്ളിക്കകത്തല്ല, ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ദൈവത്തെ സേവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ തയ്യാറാകണം. കേൾക്കുന്നത് ന്യായവിധിയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധം നമുക്കുണ്ടാകണം. പ്രവാചകൻ വിളിച്ചു പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളണം, വാടി സൂക്ഷിക്കണം, നിന്നെ തന്നെ ശക്തീകരിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ അത് പ്രാപിക്കാനുള്ള ആവേശം ആഗമനത്തിൽ കത്തണം. അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അത് വരാതിരിക്കാൻ ദൈവം പ്രാപിക്കട്ടെ. ദൂത് ലഭിച്ചാ പോരാ, ഉൾക്കൊള്ളാൻ തയ്യാറാകാം. കേട്ടാ പോരാ, ചിരിച്ചു കളഞ്ഞു പോയിട്ട് കാര്യമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് ആരെ കുറിച്ചെങ്കിലും കുശുമ്പം ഉണ്ടായിത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. വന്നിരുന്ന് കേട്ടിട്ട് അയ്യോ ഒത്തില്ല, ഇന്നത്തെ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഉള്ള അർത്ഥത്തെ ഹൃദയമായി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പറയപ്പെടുന്ന ദൂതുകൾ വിശാലമാണ്, കേൾക്കേണ്ടതാണ്, അത് അന്വർത്ഥമാക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്. അതിനുവേണ്ടി ജാഗരിക്കേണ്ടവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്,
പറയുന്നു 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. നിർമ്മലരായിരിപ്പേൻ, ഉണർന്നിരിപ്പേൻ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ട എന്ന് വെച്ച് ഇങ്ങനെ തിരഞ്ഞു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന്റെ അകത്ത് വീണു പോകരുത്, അവന്റെ ഹിതത്തിനകത്ത് ആണ്ടു പോകരുത്, അവന്റെ പദ്ധതിക്കകത്ത് തകർന്നു പോകരുത്. തകർന്നു പോകാതിരിക്കണമോ? പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇന്ന സ്ഥലത്തു കൂടി ശത്രു കയറി വരുവാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങൾ എഴുന്നേൽക്കേണ്ട സമയമാണ്. പ്രവാചകൻ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി താൻ വാക്കാൽ പറഞ്ഞതല്ലാതെ തന്റെ കയ്യാൽ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് ആ ഭാഗത്ത് വായിക്കുന്നില്ല. പറഞ്ഞ വാക്ക്, ദൂത് പ്രവാചകൻ രാജാവിന് കൈമാറി. താൻ നേരെ വീട്ടിലേക്ക് പോയി. ബാക്കി ചെയ്യേണ്ടത് രാജാവാണ്. അടുത്ത പടി രാജാവിൻ്റെതാണ്. അടുത്ത ജോലി വിശ്വാസിയുടേതാണ്. പ്രസംഗിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു, ഞാൻ പ്രസംഗിച്ചു. ശുശ്രൂഷ ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നു, ഞാൻ ശുശ്രൂഷിച്ചു. അത് പറയേണ്ട വിധത്തിൽ പറഞ്ഞു, അത് സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിച്ചു. പക്ഷെ അടുത്ത ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജോലി. നമുക്ക് പലപ്പോഴും ചിന്ത എന്ന് പറയുന്ന 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുക്കും, അതിൽ വെച്ച് പ്രാർത്ഥിക്കാം. വരുന്ന പ്രാവശ്യം തലയെ കൈ വെച്ച് 2 കുരുക്ക് കൊടുക്കുമ്പോൾ ഇതങ്ങ് പോകും. ഇന്ന് പകലിൽ തെറ്റിപ്പോയി സഹോദരങ്ങളെ, തെറ്റിപ്പോയി. വരുന്ന പാസ്റ്റർക്ക് എടുത്തു കളയാനുള്ളതല്ല, ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്ക് എടുത്തു കളയാനുള്ളതല്ല. ഞാൻ നിങ്ങൾ കേട്ട ദൂതിനെ ദൈവത്തിന്റെ മുൻപാകെ ഏറ്റെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഞാൻ നിങ്ങൾ എണീക്കാൻ തയ്യാറാകണം. നമ്മൾ എഴുന്നേൽക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ സഹോദരന്മാർ ചേർന്ന് ചുറ്റുവട്ടത്തുള്ള കുറെ വീടുകളിലൊക്കെ പോയി. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കൂടെ വന്നൊരു സഹോദരൻ പറഞ്ഞു, അയ്യോ നമ്മുടെ വീടിനേക്കാളും എന്തുമാത്രം വേദനയാണ്, നമ്മളനുഭവിക്കാനും എന്തുമാത്രം ദുഃഖമാണ് ചില വീടുകൾക്കകത്ത് ജനം അനുഭവിക്കുന്നത്. അതെ നമുക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാ, നാം കാണാത്തത് കൊണ്ടാ, നാം മനസ്സിലാക്കാത്തത് കൊണ്ടാ. ജനത്തെ അങ്ങോട്ട് ചെന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അവരായിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അവരിലേക്കൊന്ന് ഇറങ്ങിപ്പോകണം. പക്ഷെ ഇന്ന് പകൽക്കാലം സ്തോത്രത്തോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാം. പല ന്യായവിധികൾക്കകത്ത് നിന്ന്, പല ശത്രുവിന്റെ പീഡകൾക്കകത്ത് നിന്ന്, പല പിശാചിന്റെ ഇഷ്ടങ്ങൾക്കകത്ത് നിന്ന്, ദൂതന്റെ ഗൂഢാലോചനകൾക്കകത്ത് നിന്ന് നമ്മുടെ മക്കളെ ദൈവം സംരക്ഷിച്ചില്ലേ? അപകടങ്ങൾ, അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം കാത്തില്ലേ? അവിടുത്തെ പരിപാലനം ദൈവമേ അവിടെ നമ്മുടെ മേൽ പകർന്നല്ലോ എന്നോർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വീണ്ടും ദൈവമുണ്ടാകെ നെടുമ്പാട് വീണ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇന്ന് പകലിൽ കേട്ട ഈ ദൂതിന്റെ മുൻപാകെ ഞാൻ രംഗത്തിന്റെ സമർപ്പിക്കുന്നു. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എവിടെയാ പോകേണ്ടത്? ഞാൻ ആരുടെ അടുക്കലാ ചെല്ലേണ്ടതെന്ന് ഈ പകൽക്കാലം നാം തിരിച്ചറിഞ്ഞ് ദൈവമുഖം അന്വേഷിപ്പാൻ തയ്യാറാകണം. ദൂത് കൈമാറിയ പ്രവാചകൻ രാജാവിനെ ദൂതേൽപ്പിച്ച് മടങ്ങിപ്പോയി. രാജാവിന് വേണമെങ്കിൽ പറയാം, ഇയാളെ പണിക്ക് പോടെ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പക്ഷെ വചനം പറയുന്നു, അരാം രാജാവ് തന്റെ സൈന്യത്തെ ഇസ്രായേലിനെതിരായിട്ട് അയച്ച എല്ലാ ഇടത്തും ഇസ്രായേൽ രാജാവ് തന്റെ സൈന്യത്തെ നിർത്തിയിരുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല പ്രാവശ്യം. വചനം പറയുന്നു, പല പ്രാവശ്യം അരാമിന് കയറി വരുവാൻ സാധ്യതകളുള്ള എല്ലാ വഴികളും, അരാമിന് കയറി വരാൻ സാധ്യതയുള്ള, ശത്രുവിന് കയറി വരാൻ സാധ്യതയുള്ള, പിശാചിന് കുടുംബങ്ങളുടെ സന്തുലിതത നഷ്ടപ്പെടുത്തുക, സമാധാനം നഷ്ടപ്പെടുത്തുക, അനുഗ്രഹം നഷ്ടപ്പെടുത്തുക, ജോലി നഷ്ടപ്പെടുത്തുക, കയറി വരാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളില്, ആരോഗ്യം നഷ്ടപ്പെടുത്താൻ കയറി വരുവാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളില്, ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്താൻ കയറി വരാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും വചനം പറയുന്നു, ഇസ്രായേൽ രാജാവ് തന്റെ സൈന്യത്തെ നിർത്തിയിരുന്നു. ഇന്ന് പകൽക്കാലം എന്റെ നിങ്ങളുടെയും ഉത്തരവാദിത്വം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സർവായുധ വാക്യം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് നിനക്കെതിരായി വരുന്ന ശത്രുവിനെ ആകെ കണ്ട് അവൻ വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ്, കുഞ്ഞുങ്ങളിൽ കയറുന്നതിന് മുമ്പ്, പള്ളിക്കകത്ത് കയറുന്നതിന് മുമ്പ്, ദേശത്ത് കയറുന്നതിന് മുമ്പ് അവനെ തകർക്കുക, അവനെ മാറ്റുക, അവനെ എടുത്തു കളയുവാനുള്ള ദൈവശക്തി ആർജവം ഇന്ന് പകൽക്കാലം കുടുംബങ്ങൾക്കകത്ത് ആത്മാവ് വെളിപ്പെടുത്തട്ടെ.
ആയുധധാരികൾക്ക് മാത്രമേ എതിർക്കാൻ പറ്റുകയുള്ളൂ. സ്വകഴിവ് കൊണ്ട് സ്വശക്തി കൊണ്ട് സാധ്യമല്ല. ആത്മാവാ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവകൃപയിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറായ ഞാനും നിങ്ങളും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന സിംഹത്തിന് തത്തുല്യമാണ്. യഹൂദാഗോത്രത്തിലെ സിംഹമായവൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. സിംഹക്കുട്ടികളായ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകുക അവൻ അനുവദിക്കത്തില്ല. അവൻ മുൻപകുന്ന് യുദ്ധം ചെയ്യുന്നവനാകയ ഞാനും നിങ്ങളും പിന്നണിയായി നിലനിന്ന് കഴിഞ്ഞ ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, ഒരാരാം രാജാവിന് ഇസ്രായേലിനകത്തേക്ക് കയറുവാനോ ഇസ്രായേൽ ജനത്തിന്റെ നന്മയെ അപകരിക്കുവാനോ സാധ്യമല്ല. അവൻ വന്ന വഴിക്ക് ദൈവം അവനെ മടക്കി അയക്കുവാനാണ്. രാജ്യത്തിന്റെ സുരക്ഷ രാജാവിന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു പട്ടണത്തിന്റെ സുരക്ഷ പട്ടണത്തിന്റെ അധികാരിയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ഈ സംസ്ഥാനത്തെ സൂക്ഷിക്കാൻ ഭരണകർത്താക്കളെ ദൈവം വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ഭരണകർത്താക്കളെ ദൈവം വച്ചിട്ടുണ്ട്. ഈ സഭയെ സംരക്ഷിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ ദൈവദാസന്മാരെ ആക്കും. ഇന്ന് പകൽക്കാലം ഭവനങ്ങളിൽ പാർക്കുന്ന ദൈവസഭയെ ഭവനത്തിന്റെ സുരക്ഷ ഭവനത്തിൽ പാർക്കുന്ന നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഗൃഹനാഥന്മാരെ, സഹോദരിമാരെ, ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ഒന്നും ചെയ്യാനില്ല, എല്ലാം ദൈവം ചെയ്തുകൊള്ളുമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുൻപാകെ വിട്ടുകൊടുത്ത് എനിക്കതിൽ പങ്കില്ല എന്ന് ചിന്തിച്ചു പോകരുത്. ഇനി ദൈവം ഒരു ദൂതേൽപ്പിച്ചു, ബാക്കി ചെയ്യേണ്ടത് നമ്മളാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞു, ബാക്കി ചെയ്യേണ്ടത് നമ്മളാണ്. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു കഴിഞ്ഞു, ദൈവം പറയേണ്ടത് ദൈവം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി ബാക്കി ചെയ്യേണ്ടത് നാം ഇറങ്ങാൻ തയ്യാറായി. ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിയപ്പോൾ അവന്റെ മക്കൾ വഴിതെറ്റി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാണ്. ഈ പകൽക്കാലം കണ്ണ് മങ്ങിയ അപ്പന്മാരായി, കണ്ണ് മങ്ങിയ അമ്മമാരായി ഞാനും നിങ്ങളും ജീവിച്ച നമ്മുടെ കണ്ണിന്റെ മുൻപിൽ തന്നെ മക്കൾ ന്യായവിധിക്ക് ഓഹരിക്കാരാകുന്നത് കാണേണ്ടതായി വരും. ഇന്ന് പകൽക്കാലം നമ്മുടെ തലകളെ ഒന്ന് ഉയർത്താമോ? നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് കരകയറ്റാമോ? മുൻപിൽ ഒരു കുഴിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ കണ്ണടച്ച് യാത്ര ചെയ്യുന്നവരല്ല ഞാൻ നിങ്ങൾ. കണ്ണ് തുറക്കും, അത് കാണാനുള്ള ഗൗരവമുണ്ടാകും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതയാനത്തിൽ ശ്രദ്ധിക്കണം. അനർത്ഥങ്ങൾ ശത്രു ഒരുക്കുന്നുണ്ട്. പിശാച് തകർത്ത് കളയുക അവന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ മുൻപിൽ ഒരുക്കി വെക്കുന്നുണ്ട്. ഗൂഢമായ ആലോചനകൾ വ്യക്തികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, ശത്രുക്കൾ തമ്മിൽ ഒരുക്കി വരുന്നുണ്ട്. ജയിക്കണമോ? ഒറ്റ മാർഗമേ ഉള്ളൂ. കേട്ട ദൂതിന്റെ മുൻപാകെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരിക. മാർഗം വേറെ ഇല്ല, വഴി വേറെ ഇല്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം അടുത്തി, നാം ദർശനം പ്രാപിക്കണം, നാം വെളിപ്പാട് പ്രാപിക്കണം, നാം കൃപ ഏറ്റെടുക്കണം, നാം അഭിഷിക്തരാകണം, നാം എഴുന്നേൽക്കണം. നാം എഴുന്നേറ്റാൽ വേദപുസ്തകം പറയുന്നു, ദൈവത്തോടു കൂടെ ഞാൻ നിങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ശത്രു ചിതറും. നമ്മുടെ ശത്രു ചിതറും. നാം ഒറ്റയ്ക്കല്ല, ദൈവത്തോടു കൂടെ ഞാൻ നിങ്ങൾ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു ചിതറും. കരുത്തരാകാം, ശക്തരാകാം, ബലവാന്മാരാകാം, വിടുതലേറ്റെടുക്കാം. ആരാമിന് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിഷ്ക്രിയത്വം വരുത്തി അവരെ സ്വന്തം ദേശത്തേക്ക് മടക്കി അയക്കുവാണ്. എന്റെയും നിങ്ങളുടെയും മുൻപിൽ ശത്രു പരാജയപ്പെടുന്നതും തല താഴ്ത്തുന്നതും ഞങ്ങളെ കൊണ്ടാകില്ല, ഒക്കില്ല. നിങ്ങളുടെ ദൈവമാണ് ശരിക്കും ദൈവം. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വരും ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ വെളിപ്പെടുന്നത് കാണാം. നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ.